ആസാമിൽ എല്ലാം നോക്കുന്നുണ്ട്. ആസാമിൽ ഒരു ഹാങ്ങിങ് ഫെൻസ് ഈ അടുത്തൊന്നും ചെയ്തതായിട്ട് കേട്ടിട്ടില്ല. പക്ഷേ സോളാർ പവർ ഫെൻസ് ഉണ്ട്, അതുപോലെ ട്രെഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ട്, ചില്ലി മുളക് കൃഷി ചെയ്ത് നോക്കിയിട്ടുണ്ട്, അതേപോലെ തന്നെ ട്രെഞ്ചും ഇതും പിന്നെ ബീഹൈവ് ഫെൻസും നോക്കിയിട്ടുണ്ട്. എല്ലാ തരത്തിലുള്ള സംഭവങ്ങളും നോക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഈ മാർഗങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം വ്യക്തമാവും, ഇതെല്ലാം ആഫ്രിക്കയിൽ നിന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്താൽ അവിടെ നിന്ന് ഇങ്ങനെ കോപ്പി പേസ്റ്റാ അവിടെ നിന്ന് നമ്മൾ കൊണ്ടുവന്ന് ഇവിടെ വെച്ചിരിക്കുന്നതാണ്. പക്ഷെ ഒരു കാര്യം മറന്നുപോയി, അതായത് ഈ വന്യജീവി പ്രതിരോധ മാർഗങ്ങളിൽ നമ്മൾ പാലിക്കേണ്ട ചില തത്വങ്ങളുണ്ട്. ആ തത്വത്തിൽ ഏറ്റവും പ്രധാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈറ്റ് സ്പെസിഫിക് ആയിരിക്കണം. സൈറ്റ് സ്പെസിഫിക് സൊല്യൂഷൻ ആയിരിക്കണം. കോസ്റ്റ് ഇഫക്റ്റീവ് ആകണം. നമ്മുടെ കയ്യിൽ വലിയ പണമൊന്നുമില്ല, അപ്പോൾ അതിനനുസരിച്ചുള്ള ഇഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് നമ്മൾ നോക്കണം. അതേപോലെ തന്നെ സോഷ്യലി അക്സെപ്റ്റബിൾ ആയിരിക്കണം. പിന്നെ ജനപങ്കാളിത്തം വേണം. ഇത്തരം ഘടകങ്ങൾ മുഴുവൻ നോക്കാതെയാണ് പലപ്പോഴും നടക്കുക. അതുകൊണ്ടാണ് നമ്മൾ പണ്ട് ട്രെഞ്ച് കുഴിച്ചത്. മനുഷ്യ വന്യജീവി സംഘർഷം എന്നത് പഴയ കാലത്തൊക്കെ വല്ലപ്പോഴും ഉണ്ടാകുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങളായിരുന്നു. ഇപ്പോൾ അത് ഒരു ദൈനംദിന യാഥാർത്ഥ്യമാണ്. ഒരു മനുഷ്യ വന്യജീവി സംഘർഷത്തിൻ്റെ അപകട വാർത്ത ഇല്ലാതെ ഒരു ദിവസം പോലും പുലരുന്നില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക്, സർവ്വവ്യാപിയായ രീതിയിലേക്ക് അത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ലഘൂകരണത്തെക്കുറിച്ചും അതിൻ്റെ പരിപാലനത്തെക്കുറിച്ചും മാനേജ്മെൻറ്റിനെ കുറിച്ചൊക്കെ ഒരുപാട് ചർച്ചകൾ പല തലത്തിലും നടന്നുകൊണ്ടിരിക്കുന്നുമുണ്ട്. പക്ഷേ ഒന്നും തന്നെ ഒരു പരിഹാരം അല്ല. അത് പരിഹാരം ഉണ്ടോ എന്നുള്ളത് വേറെ കാര്യം. പരിഹാരത്തിലേക്ക് എത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നുമില്ല. അപ്പം ഇത് ഇന്നത്തെ സമൂഹത്തിൽ വളരെ സജീവമായി നിൽക്കുന്ന ഒരു വിഷയം എന്നുള്ള നിലയിൽ ഈ രംഗത്ത് 4 പതിറ്റാണ്ടിലേറെക്കാലം ആനകളുടെ ഗവേഷണവും പഠനവും പരിപാലനവും ഒക്കെ ആയിട്ട് പരിചയപ്പെട്ടിട്ടുള്ള ഡോക്ടർ ഈസയുടെ നിരീക്ഷണങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അദ്ദേഹം പല ആനകളുമായി ബന്ധപ്പെട്ട ആഗോള തലത്തിലുള്ള പല കമ്മിറ്റികളിലെയും അംഗം എന്നുള്ള നിലയിൽ സുദീർഘമായിട്ടുള്ള അനുഭവ സമ്പത്തുണ്ട് അദ്ദേഹത്തിന്. IUCN-ന്റെ ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് നാച്ചുറൽ റിസോഴ്സസ്, IUCN-ന്റെ ഈ സർവൈവൽ സ്പെഷ്യലിസ്റ്റ് ഗ്രൂപ്പിൽ, എലിഫന്റ് സ്പെഷ്യലിസ്റ്റ് ഗ്രൂപ്പിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ ഇന്ത്യയിലുള്ള എലിഫന്റുമായിട്ട് ബന്ധപ്പെട്ട പല സംഘടനകളിലും പല ബോഡികളിലും, തീരുമാനങ്ങൾ എടുക്കുന്ന ബോഡികളിലും അദ്ദേഹം സജീവമായിട്ട് രംഗത്തുണ്ട്. പല കമ്മിറ്റികളിലും അദ്ദേഹം അംഗമായിരുന്നു. ആനയുമായി ബന്ധപ്പെട്ട എന്ത് കാര്യം വന്നു കഴിഞ്ഞാലും ആ കമ്മിറ്റിയിലെ ഒരു അവിഭാജ്യ ഘടകം എന്നുള്ള നിലയിൽ അദ്ദേഹം വരികയാണ്. അപ്പം ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമുക്ക് ഈ ഒരു മാറിയ പരിതസ്ഥിതിയിൽ ഈ വിഷയത്തെ എങ്ങനെ നോക്കിക്കാണണം, എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതിനെക്കുറിച്ച് കുറച്ച് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ ആരായാം. സ്വാഗതം ഡോക്ടർ ഈസ. നമ്മൾ ഇപ്പോൾ എന്താണ് ഇപ്പോഴത്തെ ഒരു പുതിയ അല്ലെങ്കിൽ മാറുന്ന കാലത്ത് ഉണ്ടായിട്ടുള്ള ഈ വന്യജീവി സംഘർഷത്തിൻ്റെ വർധനവിനെ കുറിച്ചുള്ള പൊതുവായിട്ടുള്ളൊരു നിരീക്ഷണം എന്താണ്? ഇതിൽ 2 പ്രശ്നമുണ്ട്. ഒന്ന്, വർധനവുണ്ടോ ഇല്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. പലയിടത്തും ചോദിക്കുന്നൊരു ചോദ്യമാണ്. അങ്ങനെ ഒരു വർധനവ് ഉണ്ടായിട്ടുണ്ടോ, അതോ റിപ്പോർട്ടിങ് കൂടുതലായതുകൊണ്ടാണോ? അത് പ്രത്യേകിച്ച് എല്ലാവരുടെയും കയ്യിൽ ക്യാമറയും സോഷ്യൽ മീഡിയയും വാട്സപ്പും എല്ലാം കൂടി ഉള്ളപ്പോൾ അതിലൂടെ ധാരാളം വിവരങ്ങൾ ഇങ്ങനെ പോകുന്നു. പിന്നെ ഈ പൊതുവെ ജനത്തിൻ്റെ മനസ്സിലുണ്ടാക്കുന്ന ഒരു ഭയം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിപ്പോൾ പാമ്പിനെ കണ്ടാൽ ഭയമാണ്, വെരുകിനെ കണ്ടാൽ ഭയമാണ്, കീരിയെ കണ്ടാൽ ഭയമാണ്, കാട്ടുപൂച്ചയോ സാധാരണ പൂച്ചയുടെയോ കാൽപ്പാട് കണ്ടു കഴിഞ്ഞാൽ ഇത് കടുവയല്ലേ എന്ന് സംശയിക്കുന്ന ഒരു രീതിയിൽ, ഇങ്ങനെ എന്തിനെ കണ്ടാലും ഭയം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു മാനസിക നിലയിലേക്കാണ് നമ്മളിപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് ഇവിടെ നിലനിൽക്കുമ്പോൾ തന്നെ, ഈ പ്രശ്നം അല്ലെങ്കിൽ ഈ ഒരു സത്യം നിലനിൽക്കുമ്പോൾ തന്നെ അപ്പുറത്തൊരു യാഥാർത്ഥ്യമുണ്ട്. അതായത് പ്രശ്നമുണ്ട് നമുക്ക്. കാരണം ഇപ്പോൾ എല്ലാവരും പറയുന്ന പോലെ ഞാൻ കർഷകൻ എന്ന് പറയുന്നില്ല, കർഷകരല്ലാത്തവരും ഇതിൽ അഫക്റ്റഡ് പാർട്ടീസ് തന്നെയാണ്.
ഇപ്പോൾ ആന വലിയ സൈസ് കൊണ്ട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആന മാത്രമൊന്നുമല്ല പ്രശ്നം. ഇപ്പോൾ മിക്കവാറും വനവുമായി ബന്ധപ്പെട്ട് താമസിക്കുന്ന ആളുകളെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വനത്തിൻ്റെ അരികിൽ താമസിക്കുന്ന ആളുകളെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ധാരാളം പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഇടുക്കി ഭാഗത്തൊക്കെ ചിലപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ അവർ പറയും ബാർബറ്റ്, നമ്മുടെ പക്ഷി, കുട്ടുറുവൻ, അതൊരു പ്രശ്നമാണെന്ന് പറയും. കാരണം കാപ്പിക്കുരു തിന്നുന്നു എന്ന് പറയും. നാട്ടുമ്പുറങ്ങളിൽ ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ആൾക്കാർ പറയുന്നത്, ഞങ്ങൾക്ക് അവിടെ ആനയൊന്നുമില്ല, പക്ഷേ ഇവിടെ മയിലാണ് പ്രശ്നം എന്ന് പറയും. അപ്പോൾ ഓരോ തരത്തിലെ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള സംശയങ്ങളല്ല പ്രശ്നങ്ങളാണ് ഉള്ളത്. അങ്ങനെ ഒരു ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ഏതാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടി വരിക, ഏതിനാണ് മുൻഗണന കൊടുക്കേണ്ടി വരിക എന്നുള്ളതാണ് നമ്മളെ ഒരു പ്രധാന പ്രശ്നം. അതാ ഇപ്പോൾ കാടുമായി ബന്ധപ്പെട്ട് താമസിക്കുന്ന ആളുകൾക്കൊക്കെ ആണെങ്കിൽ ആന, കടുവ, പുലി, ഇത് ആളുകളുടെ സ്വഭാവത്തിലും ആളുകളുടെ ആറ്റിറ്റ്യൂഡിലും ആളുകളുടെ ടോളറൻസ്, സഹിഷ്ണുതയിലൊക്കെ ധാരാളം മാറ്റം വന്നിട്ടുണ്ട്. പണ്ട് ബഷീറിനെ അറിയാവുന്നതാണ്, മൂന്നാറൊക്കെ കടുവയെ കണ്ടു എന്നാ പറയുക, ആനയെ കണ്ടു എന്നാ പറയുക. ഇപ്പം അങ്ങനെയല്ല, ആന ഇറങ്ങി എന്നാ പറയുക, കടുവ ഇറങ്ങി എന്നാ പറയുക. അപ്പോൾ ആ ഒരു വ്യത്യാസം, അതാണ് എൻ്റെ ഒരു പ്രധാന പറയാവുന്ന നല്ലൊരു വ്യത്യാസം അവിടെയാണ് കാണുന്നത്. ഇതെല്ലായിടത്തും ഉണ്ട്, ഈ പ്രശ്നം എല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ വയനാടൊക്കെ പണ്ടും കാരണം ഇത്രമാത്രം സെറ്റിൽമെൻറ്റ്സ്, കോളനികൾ, കാടിൻ്റെ അകത്തുള്ള വേറൊരു സ്ഥലം ഉണ്ടാവില്ല വയനാട്. അപ്പോൾ ഇതിൻ്റെ അകത്താണ് മനുഷ്യരും വന്യജീവികളും ഒക്കെ കൂടി ഇങ്ങനെ ഇടപഴകി ജീവിക്കുകയാണ്. പണ്ട് ഇവരൊക്കെ കണ്ടിട്ടുണ്ട്, ഇതെല്ലാം കണ്ടിട്ടുണ്ട്, പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പം പെട്ടെന്ന് അതൊരു പ്രശ്നമായിട്ട് മാറി. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഘടകമായിട്ട് വന്നിരിക്കുന്ന അതാണ്. അതായത് ഈ പറഞ്ഞ സംഭവത്തെ നമ്മൾ എങ്ങനെ നോക്കി, പെർസെപ്ഷൻ എന്ന് പറയുന്ന പീപ്പിൾസ് പെർസെപ്ഷൻ ഓൺ കൺസർവേഷൻ ആൻഡ് ഓൾസോ ഓൺ കോൺഫ്ലിക്റ്റ്, അതാണ് ആളുകളുടെ കാഴ്ചപ്പാടിൽ വന്ന വ്യത്യാസമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അല്ലാതെ എന്ന് വെച്ച് ഇവിടെ ഒരു ഇഷ്യൂ ഇല്ലാന്നില്ല, ഉണ്ട്. പക്ഷേ വേറൊന്ന്, ജനങ്ങളുടെ ജീവിത രീതിയിലും മാറ്റം വന്നു, ഈ ലൈഫ് സ്റ്റൈലിൽ മാറ്റം വന്നു. പണ്ടൊരു ഫോറസ്റ്റ് ഓഫീസർ ചോദിച്ചാൽ മതി, ഹിമാലയത്തിൽ പോയിട്ട് മഞ്ഞുരുക്കണം, തണുപ്പാണ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ ചുറ്റുപാടുകൾക്കനുസരിച്ചുള്ള ജീവിത രീതികൾ നമ്മളുണ്ടായിരുന്നു. നമുക്ക് അന്ന് അത്ര വലിയ കാര്യമായിട്ട് എടുക്കാറില്ല. അല്ലെങ്കിൽ ആന ഉണ്ട്, നമുക്ക് മാറിപ്പോകാം, അല്ലെങ്കിൽ വേറൊന്നുണ്ട്, അങ്ങനെ മാറിപ്പോകാം എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇതൊക്കെ അവിടെ നിൽക്കുമ്പോൾ തന്നെ ജീവിത രീതി, മനുഷ്യരുടെ ജീവിത രീതിയിൽ മാറ്റം വരുമ്പോൾ തന്നെ ആനകളുടെ ജീവിത രീതിയും മാറ്റം വരുന്നുണ്ട്, ആനകളുടെ സ്വഭാവത്തിലും മാറ്റം വരുന്നുണ്ട്. അതുകൊണ്ടാണ് കുറേ വർഷങ്ങളായിട്ട് നമ്മൾ കാണാത്ത സ്ഥലത്തേക്കൊക്കെ ആനകൾ വന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഏറ്റവും നല്ല ഉദാഹരണം ഛത്തീസ്ഗഡിൽ വന്നതാണ്. 100 വർഷങ്ങൾക്ക് ശേഷമാണ് ഛത്തീസ്ഗഡിലേക്ക് ഒഡീഷയിൽ നിന്നും ജാർഖണ്ഡിൽ നിന്നും കൂട്ടമായിട്ട് ആനകൾ എത്തിയത്. ഛത്തീസ്ഗഡിലെ ആ തലമുറ ഇത് ആന കണ്ടിട്ട് പോലും ഇല്ല. എന്തിന് വനം വകുപ്പുകാർക്ക് പോലും ഇത് എന്ത് സാധനമാണെന്ന് അറിയില്ലായിരുന്നു. ഇതേപോലെ തന്നെയാണ് മഹാരാഷ്ട്രയിലേക്ക് കർണാടകയിൽ നിന്നും ആന പോയപ്പോഴും മഹാരാഷ്ട്രക്കാർക്ക് അറിയില്ലായിരുന്നു. ആദ്യമായിട്ട് അത് സംഭവിച്ചത് ആന്ധ്രയിലേക്കാണ്. തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിലേക്ക് പോയിരുന്നു ആനകൾ. അന്ന് നമ്മളെ അന്നത്തെ മുഖ്യമന്ത്രി സിനിമാ നടനായിരുന്ന എൻ ടി രാമറാവു, അദ്ദേഹം പറഞ്ഞു, ഗണപതി വരുന്നു, ഗണേശൻ വരുന്നു, നമ്മൾ അതിനെ നല്ല രീതിയിൽ പറഞ്ഞാണ്, നല്ല സതുദ്ദേശത്തോടുകൂടി പറഞ്ഞാണ്. പക്ഷെ ജനങ്ങൾ അത് കാര്യമായിട്ട് തന്നെ എടുത്തു. അതുകൊണ്ട് താലത്തിൽ പഴവും ഒക്കെ ആയിട്ട് കൊണ്ടുപോയി കൊടുത്തു. പലരെയും ദൈവം അനുഗ്രഹിച്ച് സ്വർഗത്തിലേക്ക് വിട്ടു. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ നമ്മളെ കേരളത്തിലിപ്പോൾ മുണ്ടൂരിൽ നിന്ന് ആന ഭാരതപ്പുഴയിൽ വരെ എത്തി, നടന്നുപോയി. എവിടെയൊക്കെ എന്തിനാ പോയെന്നുള്ള ഒരു പിടിയില്ല. ഇപ്പോഴെന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ള പിടിയില്ല. പണ്ട് നമ്മൾ പറഞ്ഞിരുന്നത് ഇങ്ങനെയൊക്കെ ആന പോകുന്നത് പഴയ താരകൾ തപ്പി പോവുകയാണെന്നുള്ള, അത് മാത്രമാകാൻ വഴിയില്ല. ഇതേപോലെ തന്നെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പം നിലമ്പൂര് ഈ കഴിഞ്ഞ ദിവസം നമ്പൂരിപ്പട്ടി എന്ന് പറയുന്ന സ്ഥലം, നിലമ്പൂർ ടൗണിൻ്റെ ഏതാണ്ട് കുറച്ചടുത്തുള്ള സ്ഥലമാണ്, ചാലിയാർ പുഴയുടെ അപ്പുറത്താ നമ്പൂരിപ്പട്ടി. അവിടെ ആന വന്നിരിക്കുന്നു. അവിടെയൊക്കെ പഴയ സ്ഥലങ്ങളുണ്ട്. അവിടെ ആനത്തുപോയിൽ എന്ന് പറയുന്ന വീടൊക്കെ ഉണ്ട്. എൻ്റെ ഭാര്യയുടെ വീട്ടുപേര് ആനത്തുപോയിലെന്നാ. പക്ഷെ ആനത്തുപോയിലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ആന ചത്ത പോയിലാണത്. പക്ഷെ ഇപ്പോൾ അങ്ങനെ അതൊരെണ്ണം വന്ന ഒരു ചരിത്രമില്ല. കുറേ വർഷങ്ങളായിട്ട് ഈ ഒരു തലമുറ ഇത് കണ്ടിട്ട് പോലുമില്ല. അപ്പോൾ ഏത് സ്ഥലം എടുത്താലും ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്നുള്ളതും കൂടി നോക്കേണ്ടി വരും. നിർഭാഗ്യവശാൽ നമ്മൾ അങ്ങനെയുള്ള ഒരു പഠനത്തിലേക്ക് പോയിട്ടില്ല കുറേ വർഷങ്ങളായിട്ട്. ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നു ചെറുപ്പക്കാർക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് എന്താണെന്ന് എനിക്കറിയില്ല.
ഞാനിത് പലരും പറയുന്നുണ്ട്, എങ്ങനെ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളതിനെ പറ്റി ഒരു പഠനം നടത്തണം. കാരണം വളരെ പ്രധാനപ്പെട്ടാണ്. ഏത് ഘടകമാണ് ഇതിനെ നിയന്ത്രിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇത് പുറത്തേക്ക് വരുന്നത് എന്നതിനെ പറ്റി ഒന്ന് നോക്കണം എന്നുള്ളത് പറയുന്നത്. അത് നമുക്ക് അവിടെ ഇല്ല, അങ്ങനെ ഒരു പഠനം ഇല്ല. അപ്പൊ എന്തായാലും വന്യമൃഗങ്ങളുടെ സ്വഭാവത്തിലും വരുന്നുണ്ട് മാറ്റം, ഇവിടെ മനുഷ്യരുടെ സ്വഭാവത്തിൽ വളരെ വലിയ മാറ്റം, കാരണം നമുക്ക് നേരിട്ട് അറിയാവുന്നുണ്ട് വലിയൊരു മാറ്റം വരുന്നുണ്ട്. അത് ഒരു കാര്യം അടുത്തൊരു ഇന്റർവ്യൂവില് ഈ സജി സൂചിപ്പിച്ചിരുന്നല്ലോ, സാമൂഹ്യ വേലി ആർക്കും വേണ്ട, സൗരോർജ്ജ വേലിയോ വൈദ്യുത വേലിയോ മതി, സാമൂഹ്യ വേലി വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് നമ്മള് ഇപ്പൊ ടൈഗർ റിസർവ് ഒക്കെ തുടങ്ങിയപ്പോഴാണ് ഇക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റികൾ ഉണ്ടാക്കി, ജനപങ്കാളിത്തത്തോടു കൂടി അതിന് നമ്മൾ VSS വന സംരക്ഷണ സമിതി ഉണ്ടാക്കി, അങ്ങനെ പീപ്പിൾ എന്താ പാർട്ടിസിപ്പേഷൻ, പങ്കാളിത്ത വനപരിപാലനം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷെ അന്ന് നമ്മൾ പറഞ്ഞിരുന്നതും പ്രൊമോട്ട് ചെയ്തിരുന്നത് ഇതൊക്കെ ഈ അത്ര ദൂരെയൊന്നും അല്ല, ഒരു 25 കൊല്ലൊക്കെ മുമ്പൊക്കെ ഉള്ള സംഭവമാണ്. അന്ന് നമ്മൾ പറഞ്ഞിരുന്നത് ഈ സാമൂഹ്യ വേലികളാ, ഇത് ഇവിടെ വേറെ ഒന്നും വേണ്ട, കാരണം ജനങ്ങൾ നോക്കും, ജനങ്ങൾക്കറിയാം എങ്ങനെ ജീവിക്കണമെന്നറിയാം, ജനങ്ങൾക്കറിയാം എങ്ങനെ പരിപാലിക്കണമെന്നറിയാം, അവരുടെ അഭിപ്രായത്തിനനുസരിച്ച് നമ്മൾ നമ്മുടെ പരിപാലന രീതികളിൽ മാറ്റം വരുത്തും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇന്നിപ്പോ എന്തായി, ഇപ്പൊ പരിപാലനത്തിന് ഇപ്പൊ സാമൂഹ്യ വേലിയൊന്നും വേണ്ട, ഇപ്പൊ എല്ലാവർക്കും സോളാർ ഫെൻസ് മതി, ഇല്ലെങ്കിൽ റെയിൽ ഫെൻസ് മതി, ഇല്ലെങ്കിൽ കിടങ്ങ് മതി, ഹാങ്ങിങ് ഫെൻസ് മതി. ഇത് ആ ഒരു രീതിയിലേക്ക് മാറി. പിന്നെ സമൂഹത്തിൽ വന്ന വേറൊരു മാറ്റം എന്താ വെച്ച് കഴിഞ്ഞാല്, ഇത് കുറെ സാമ്പത്തികവും പൊളിറ്റിക്കലും ആയിട്ടുള്ള ഇതുമായിട്ട് കൂടി പിണഞ്ഞു കിടക്കുക. അതിലൊന്നും ഇപ്പോൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് അഫക്റ്റഡ് ആയിട്ടുള്ള ആളുകളോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ചില വാക്കുകളുണ്ട്, വലിയൊരു അത്ഭുതമാണത്. അവർ ആനയുടെ പ്രശ്നമല്ല പറയുക, പ്രധാനം ഞങ്ങൾക്ക് പട്ടയം കിട്ടിയിട്ടില്ല അറിയോ, ഇവിടെ ഇക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ ആയിട്ട് പ്രഖ്യാപിക്കാൻ പോകുന്നു, ഞങ്ങൾ അതുകൊണ്ട് അഫക്റ്റഡ് ആവും, ഞങ്ങൾക്കൊരു വീട് വെക്കാൻ പറ്റില്ല. അതൊക്കെ തെറ്റായ ധാരണയാണെങ്കിൽ പോലും. അപ്പൊ ഇങ്ങനെ ധാരാളം പ്രശ്നങ്ങളുമായിട്ട് കൂടിപ്പണഞ്ഞ് കിടക്കുകയാണ്. അല്ലാതെ ഇത് ഒരു വന്യജീവി വന്നു പ്രശ്നമായി എന്നുള്ളത് മാത്രമല്ല, ഇതിൻ്റെ ഇടയ്ക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള മറ്റ് കാരണങ്ങളും. കാരണം അവർക്ക് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ശാസ്ത്രവും വേണ്ട, എക്സ്പീരിയൻസ് മറ്റ് പരിചയമുള്ള ആളുകളെയും വേണ്ട, ഒന്നും വേണ്ട. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രത്യേകത വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടിയുള്ള ഒരു സോഷ്യൽ ഇഷ്യൂ ആണ്, ഇതൊരു വൈൽഡ് ലൈഫ് മാനേജ്മെന്റിന്റെ ഇഷ്യൂ ആണ്, ആനിമൽ ബിഹേവിയറിന്റെ ഇഷ്യൂ ആണ്, ആളുകളുടെ ബിഹേവിയറിന്റെ ഇഷ്യൂ ആണ്, എല്ലാം കൂടി ഉണ്ട്. ഇതില് പലപ്പോഴും നമ്മൾ നോക്കുന്നത് എന്താ പ്രശ്നം എന്ന് പറഞ്ഞ് നമ്മൾ പറയുന്നത് ഈ ക്രോപ്പ് റൈഡിങ് ആണ്, അല്ലെങ്കിൽ കൃഷി നശിപ്പിച്ചു, അല്ലെങ്കിൽ വീട് നശിപ്പിച്ചു, ആത്യന്തികമായിട്ട് ഒരുപക്ഷെ ഏറ്റവും ഭീകരമെന്ന് പറയാവുന്ന മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ ഇത് പറയാറ്. ആസാമിലൊരു പഠനം നടത്തിയിട്ടുണ്ട്, ഒരു സൈക്കോളജിസ്റ്റും ഒരു സൈക്കാട്രിസ്റ്റും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ചില ഡോക്ടേഴ്സൊക്കെ കൂടി ഒരു പഠനം നടത്തിയിട്ടുണ്ട് ഈ ആദിവാസികളുടെ ഇടയിൽ. അവർ പറഞ്ഞൊരു പ്രശ്നമുണ്ട്, ഇതൊന്നും അവിടെ ഇല്ല, മരണമില്ല, കൃഷി നശിപ്പിക്കാനുള്ള ഒന്നുമില്ല, പക്ഷേ ഈ ഭയം ഉള്ള ആ ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കുന്നത് കൊണ്ട് അവർക്ക് സൈക്കോപെത്തോളജി എന്നും പറഞ്ഞിട്ടുള്ള ഒരു സ്ഥിതിയിലേക്ക് വീണ് മാനസികമായിട്ടുള്ള ചില രോഗങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ആരും റെക്കോർഡ് ചെയ്യണില്ല, ആർക്കും അതൊരു പ്രശ്നമേ അല്ല. ഈ പ്രശ്നം വാസ്തവത്തിൽ ഇതേപോലെ തന്നെ ഉള്ള പ്രശ്നങ്ങൾ നേരിടുന്ന വനം വകുപ്പ് ജീവനക്കാർക്കുണ്ട്. കാരണം 24 മണിക്കൂറും RRT എന്നും പറഞ്ഞ് പേര് പറഞ്ഞിട്ട് ആനയുടെ പുറകെ ഓടുന്നവന്റെ മനസ്സിലും ഉണ്ട് ഭയം. അപ്പൊ അവരുടെ മനസ്സിലും ഈ പറഞ്ഞ സൈക്കോപെത്തോളജി കണ്ടീഷൻസ് വരുന്നുണ്ട്. ഇതാരും നോക്കിയിട്ടില്ല. ഇപ്പൊ നമ്മളത് പ്രശ്നമേ അല്ല നമുക്ക്, കാരണം അങ്ങനെ എന്താ ചത്തത് നിൽക്കുമോ ജീവിച്ചിരിക്കലും എന്നുള്ള കണ്ടീഷനിൽ ഇരുന്നാലും കുഴപ്പമില്ല, കാശ് കിട്ടിയാൽ മതി, ആ ഒരു രീതിയിലേക്കാണ് പോകുന്നത്. ഇത്തരം നിരവധി പ്രശ്നങ്ങളുണ്ട് നമുക്ക്. മറ്റൊരു കാര്യം ഇതിനകത്ത് ഇപ്പോൾ കേരളത്തിൽ ഈ പ്രശ്നം സജീവമായി നിൽക്കെ തന്നെ ദേശീയ തലത്തിലും ആഗോളതലത്തിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള വന്യജീവി സങ്കേതങ്ങളിലുള്ള വന്യമൃഗ മനുഷ്യ സംഘർഷവും അല്ലെങ്കിൽ ഇൻട്രാക്ഷനൊക്കെ സംബന്ധിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അതായത് അതിനെക്കുറിച്ചുള്ള പഠനങ്ങളിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് നമ്മുടെ ഇപ്പോൾ കേരളം നേരിടുന്ന ഈ പ്രശ്നവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മറ്റു സംസ്ഥാനങ്ങളിലെ സ്ഥിതി എന്താണ്? മറ്റു സംസ്ഥാനങ്ങളിലെ ഇതേപോലെ ഒരുപക്ഷെ കേരളത്തോളം തന്നെ ജനസാന്ദ്രത ഇല്ലാത്ത സ്ഥലങ്ങളായിരിക്കാം എന്നുള്ള വ്യത്യാസം ഉണ്ടായിരിക്കാം. എന്നിരുന്നാലും മറ്റു സംസ്ഥാനങ്ങളിൽ ഇത്തരം ഇഷ്യൂ ഉണ്ടോ? മനുഷ്യ വന്യജീവി സംഘർഷം എന്നൊരു ഇഷ്യൂ ഉണ്ടോ? അതിനെ വനം വകുപ്പും ബന്ധപ്പെട്ട മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സും
അതിനെങ്ങനെയാണ് കാണുന്നത്? എന്താണ് അനുഭവം? ഇതില് ഇതൊരു ആഗോള തലത്തിലുള്ള ഒരു പ്രശ്നമാണ്. അതിപ്പോൾ ആന തന്നെ വേണമെന്നില്ല. അമേരിക്കയിൽ വേറെ ജീവികളായിരിക്കും, ഒന്നെങ്കിൽ ഗ്രിസിലി ബെയറുള്ള കാനഡയിലായിരിക്കും, ഇല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലായിരിക്കും. എല്ലായിടത്തും പ്രശ്നമുണ്ട്. മനുഷ്യരും വന്യജീവികളുമായിട്ടുള്ള ഈ സംഘർഷം എന്നുള്ളത്, അതായത് പണ്ട് കോ എക്സിസ്റ്റൻസ് എന്നാണ് പറഞ്ഞത്, വൈൽഡ് ലൈഫ് ഇന്ററാക്ഷൻ എന്നാണ് പറഞ്ഞിരുന്നത്. ആ ഇന്ററാക്ഷൻ നെഗറ്റീവ് ആകുമ്പോഴാണ് സംഘർഷത്തിലേക്ക് പോകുന്നത്. അതെ, ആ ഒരു കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന രീതിയിലേക്ക് പോകുന്നത് എല്ലായിടത്തും, ലോകത്തെല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ ഏഷ്യൻ ആനകളിൽ നോക്കിക്കഴിഞ്ഞാൽ, ഏഷ്യൻ ആനകളുള്ള രാഷ്ട്രങ്ങളിൽ 13 കൺട്രീസിലും പോയി കഴിഞ്ഞാൽ എല്ലായിടത്തും ഈ പ്രശ്നങ്ങളുണ്ട്. ഓരോരുത്തരുടെയും സംസ്കാരം അനുസരിച്ച്, ഓരോ നാട്ടിലുമുള്ള ആ പെർസെപ്ഷൻ അനുസരിച്ച്, കാഴ്ചപ്പാടുകൾക്കനുസരിച്ച്, ആ ഭൂപ്രകൃതിയുടെ പ്രത്യേകതകൾ അനുസരിച്ച് ഒക്കെ പ്രശ്നത്തിന് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഏറ്റക്കുറച്ചിലുകൾ പ്രശ്നത്തിന് മാത്രമല്ല, അതിനെ നേരിടുന്ന രീതികൾക്കും വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ, അസാംകാരൻ്റെ ഒരു സ്വഭാവമോ അസാംകാരുടെ മനോനിലയോ അല്ല നമ്മുടെ നാട്ടിലുള്ളവർക്കുള്ളത്. ഇല്ലെങ്കിൽ ഈവൻ എന്തിനാ അവിടേക്ക് ദൂരേക്ക് പോകേണ്ട ആവശ്യമില്ല. തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ, കർണാടകയിൽ പോയി കഴിഞ്ഞാൽ, ഇവിടെ കേരളത്തിൽ തന്നെ ആദിവാസിയുടെയും ആദിവാസികളല്ലാത്തവരുടെയും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ ഇടയ്ക്ക് വേലൂർ മഖന വയനാട്ടിൽ ഇറങ്ങിയപ്പോൾ ഒരു ചാനലുകാരൻ ഒരു ആദിവാസിയുടെ അടുക്കെ കൊണ്ട് ചെന്നിട്ട് ചോദിച്ചു, ഇവിടെ വലിയ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. അയാൾ ഇവിടെ ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ഉടനെ തന്നെ ചാനലുകാരൻ സ്ഥലം വിട്ടു. കാരണം അവർക്ക് വേണ്ടത് അതായിരുന്നില്ല. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ എല്ലായിടത്തും, ഈ വ്യത്യാസങ്ങൾ ഈ ചരിത്രപരമായിട്ടുള്ള കാരണങ്ങളാലും സംസ്കാരത്തിൻ്റെ പ്രശ്നങ്ങൾ ആയാലും എല്ലാം കൊണ്ട്, കൾച്ചറൽ ഡിഫറൻസും ഒക്കെ ധാരാളം ഇതിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഏത് രീതിയിൽ തന്നെ നേരിടും എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഈ ഇത്തരം വ്യത്യാസങ്ങൾ കരുതിക്കൊണ്ട് വേണം നമ്മൾ ഇതിനെ എങ്ങനെ നേരിടും എന്നുള്ളത് നോക്കാൻ പറ്റുക. അതാ ഛത്തീസ്ഗഡിലെ കാര്യം പറഞ്ഞത്. ഛത്തീസ്ഗഡ് കുറച്ചും കൂടി ടെക്നോളജിക്കലായിട്ടുള്ള ഇതൊക്കെയാണ് നോക്കുന്നത്. പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ആനകളാൽ മരണപ്പെടുന്ന ഒരു സംസ്ഥാനം ഛത്തീസ്ഗഡാണ്. അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാൾ, നോർത്ത് ബംഗാളിലും സദേൺ വെസ്റ്റ് ബംഗാളിലും ഒക്കെ ധാരാളം പേര് മരിക്കുന്നുണ്ട്. അതൊരു വർഷങ്ങളായിട്ടുള്ള പ്രശ്നമുണ്ട്. അതേസമയം ഇടയ്ക്കൊരു ഞാൻ ഒരു നല്ലൊരു ഫോട്ടോഗ്രാഫ് കണ്ടു, അസാമിൻ്റെ സൈഡിൽ നിന്നുള്ളൊരു ഫോട്ടോഗ്രാഫാണ്. ഒരു പുഴയുടെ അക്കരെ ആന കുളിക്കുന്നു, ഇപ്പുറത്ത് മനുഷ്യർ നനച്ച് വസ്ത്രങ്ങളൊക്കെ നനച്ച് അവരും കുളിക്കുന്നു. ഒരു പ്രശ്നമില്ലാത്തൊരിത്. അപ്പോൾ അതിനുള്ള അടിക്കുറിപ്പിലും അങ്ങനെ തന്നെ പറയുന്നത്, യാതൊരു പ്രശ്നമില്ല, ഇതൊരു കോ എക്സിസ്റ്റൻസിന്റെ സംഭവമാണ്. നമ്മുടെ ഈ തേയിലത്തോട്ടങ്ങളിൽ ചിലപ്പോൾ ഇത് കാണാറുണ്ടായിരുന്നു പണ്ടൊക്കെ ആണെങ്കിൽ. അതെ, എല്ലായിടത്തും ആളുകൾ, അതെ, അപ്പുറത്ത് ഇവിടെ കുളിക്കൽ മാത്രമല്ല, ചിലപ്പോൾ മരുന്ന് തെളിക്കും. തേയിലത്തോട്ടത്തിലും മറ്റുള്ളിടത്തൊക്കെ മരുന്ന് തെളിക്കും. അപ്പുറത്തുകൂടി ആന ഒരു കൂട്ടം ചിലപ്പോൾ പോണ്ടാവും. അതൊരു കോ എക്സിസ്റ്റൻസ് ആയിട്ട് മാറുന്നുണ്ട്. പക്ഷെ ഇന്ന് അതല്ല, മാറി, സാഹചര്യം മാറി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സഹിഷ്ണുത. ഒരു ഇതിന് ആനയുടെ കാര്യം പറയുന്നു, പറമ്പിൽ കൂടി ഒരു പാമ്പ് പോയി കഴിഞ്ഞാൽ സർപ്പത്തെ ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു സമൂഹം പറയാണ്, അയ്യോ ഇതിൻ്റെ അടുത്തുകൂടി ഒരു പാമ്പ് പോകുന്നു, ആന പിടിച്ചോളണമെന്ന് പറയുന്നു. എന്തൊരു തെറ്റായ ഇതിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെയാണ് ഞാൻ ഈ പറഞ്ഞത്, നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ ചേഞ്ച് ഭയങ്കരമായിട്ട് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ നന്നായിട്ട് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇതിൽ റിഡക്ഷൻ വരണം. ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള രീതിയിലുള്ള മാർഗങ്ങൾ നോക്കുന്നുണ്ട്. ആസാമിൽ എല്ലാം നോക്കുന്നുണ്ട്. ആസാമിൽ ഒരു ഹാങ്ങിങ് ഫെൻസ് ഈ അടുത്തൊന്നും ചെയ്തതായിട്ട് കേട്ടിട്ടില്ല. പക്ഷേ സോളാർ പവർ ഫെൻസ് ഉണ്ട്, അതുപോലെ ട്രെഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ട്, ചില്ലി മുളക് കൃഷി ചെയ്ത് നോക്കിയിട്ടുണ്ട്, അതേപോലെ തന്നെ ട്രെഞ്ചും ഇതും, പിന്നെ ബീഹൈവ് ഫെൻസും നോക്കിയിട്ടുണ്ട്. എല്ലാ തരത്തിലുള്ള സംഭവങ്ങളും നോക്കിയിട്ടുണ്ട്. ഇതൊക്കെ, ഈ മാർഗങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം വ്യക്തമാവും, ഇതെല്ലാം ആഫ്രിക്കയിൽ നിന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്താണ്. അവിടെ നിന്ന് ഇങ്ങനെ കോപ്പി പേസ്റ്റഡാ, അവിടെ നിന്ന് നമ്മൾ കൊണ്ടുവന്ന് ഇവിടെ വെച്ചിരിക്കുന്നതാണ്. പക്ഷെ ഒരു കാര്യം മറന്നുപോയി, അതായത് ഈ വന്യജീവി പ്രതിരോധ മാർഗങ്ങളിൽ നമ്മൾ പാലിക്കേണ്ട ചില തത്വങ്ങളുണ്ട്. ആ തത്വത്തിൽ ഏറ്റവും പ്രധാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈറ്റ് സ്പെസിഫിക് ആയിരിക്കണം, സൈറ്റ് സ്പെസിഫിക് സൊല്യൂഷൻ ആയിരിക്കണം, കോസ്റ്റ് ഇഫക്റ്റീവ് ആകണം. നമ്മുടെ കയ്യിൽ വലിയ പണമൊന്നുമില്ല, അപ്പൊ അതിനനുസരിച്ചുള്ള ഇഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് നമ്മൾ നോക്കണം. അതേപോലെ തന്നെ സോഷ്യലി അക്സെപ്റ്റബിൾ ആയിരിക്കണം, പിന്നെ ജനപങ്കാളിത്തം വേണം. ഇത്തരം ഘടകങ്ങൾ മുഴുവൻ നോക്കാതെയാണ് പലപ്പോഴും നടക്കുക. അതുകൊണ്ടാണ് നമ്മൾ പണ്ട് ട്രെഞ്ച് കുഴിച്ചത്. ഏറ്റവും വലിയ മഴയുള്ളൊരു സ്ഥലത്ത് നമ്മൾ ഇത്രമാത്രം കിടങ്ങുകൾ കുഴിച്ചിട്ടില്ല. ആദ്യം ഏറ്റവും വലിയ കിടങ്ങ് കുഴിച്ച് ഉദ്ഘാടനം വരെ നടത്തിയ സ്ഥലം വയനാടാണ്. വയനാടായിരുന്നു ഏറ്റവും വലിയൊരു ട്രെഞ്ച് പണ്ടുണ്ടാക്കിയത്. പക്ഷെ വയനാട് തന്നെ അവിടുത്തെ ഒരു സോയിൽ കൺസർവേഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു ഓഫീസർ, അയാൾ താല്പര്യമുള്ള ഒരാളാണ് ഈ ഇതിലൊക്കെ. അതുകൊണ്ട് അദ്ദേഹം കൃഷി ഓഫീസറാണ്. അപ്പോൾ അയാൾ ഒരു പഠനം നടത്തിയിട്ട് പറഞ്ഞു,
ഇത് ഈ ട്രെഞ്ച് കൊണ്ടൊരു പ്രശ്നമുണ്ട്. കാരണം ഇറ്റ് ഈസ് കട്ടിങ് ദി ഫസ്റ്റ് ഓർഡർ സ്ട്രീംസ്. ഈ ഫസ്റ്റ് ഓർഡർ സെക്കൻഡ് ഓർഡർ സ്ട്രീംസിനെയൊക്കെ അരുവികളെ അത് മുറിച്ചുകൊണ്ട് അതിലൂടെ വെള്ളം ഒഴുകിപ്പോവുകയാണ്. അതുകൊണ്ട് ആ ഒരു പ്രദേശത്ത് വരൾച്ച വരണ്ട് പോകാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ട്രെഞ്ചിന്റെ പ്രശ്നങ്ങൾ അതാണ്. ഇത് കഴിഞ്ഞപ്പോൾ അന്ന് ആളുകളുടെ ആവശ്യം എന്തായിരുന്നു? ട്രെഞ്ച് വേണം എന്നാണ്. അതേസമയം വേറെ ചിലർ പറഞ്ഞു, അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു സോളാർ പവർ ഫെൻസ് വേണമെന്നും പറഞ്ഞിട്ട് ഇതുണ്ടായിരുന്നു. ഈ ഡിസിഷൻ തീരുമാനങ്ങൾ ജനങ്ങൾ പറയുന്നതിലൊക്കെ വേറെ ചിലതരം ലോബിയിങ് നടക്കുന്നുണ്ട്. ഇപ്പൊ സോളാർ പവർ ഫെൻസോ ട്രെഞ്ചോ ഒക്കെ അന്ന് പറയുമ്പോൾ കോൺട്രാക്ടേഴ്സ് ലോബികൾ കളിക്കുന്നുണ്ട്. അവർ പലപ്പോഴും നമ്മളെയോടൊക്കെ വന്ന് പറയും, സാറേ ഇത് തന്നെ പറയണം കേട്ടോ എന്ന് പറയും. അപ്പോൾ സോളാർ ഫെൻസിന്റെ ഇതിലായാലും മറ്റെല്ലായാലും ഇപ്പൊ പക്ഷെ അതിനൊന്നും വേണ്ടി വരുന്നില്ല. കാരണം ട്രെഞ്ച് അന്ന് പറയാൻ കാരണം ഒന്ന് ജോലി കിട്ടും ആളുകൾക്ക് എന്നുള്ള. ഇന്നിപ്പോ ജോലി JCBക്കാണ് കിട്ടുന്നത്. അപ്പൊ അതിൽ ആളുകൾക്കുള്ള ഒരു ജോലി ഒന്നും ഉണ്ടാകുന്നില്ല, എംപ്ലോയ്മെന്റ് ജനറേഷൻ ഒന്നും അതിൽ വരുന്നില്ല. അപ്പൊ ഇപ്പുറത്തെ ഈ പറഞ്ഞ മെത്തേഡുകളിലൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഈ ആസാമിൽ ഈ എല്ലാ മെത്തേഡും ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാല് ഈ കെനിയയിൽ നിന്നാണ് ചില്ലി കൊണ്ടുവന്നത്, കെനിയയിൽ നിന്നാണ് ബീഹൈവിൻ്റെയും കൊണ്ടുവന്നത്. പക്ഷെ ബീഹൈവ് ഒന്നും സക്സസ്ഫുൾ ആയിട്ടില്ല. എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. അതുപോലെ ചില്ലിയുടെയും സക്സസ് ആയിട്ടില്ല. എല്ലാ കർണാടകയിൽ നോക്കിയിരുന്നു, ഹസനിൽ നോക്കിയിട്ടുണ്ട്, അത് അവിടെയും ശരിയായിട്ടില്ല. കാരണം എന്താ വെച്ചാല് ആന എന്തായാലും ചവിട്ടിക്കളയും, അതുണ്ടായിട്ടുണ്ട്. ഈ ചില്ലി ഉണ്ടാക്കിയപ്പോഴും ചില്ലി കോർപ്പറേഷനൊക്കെ ഉണ്ടാക്കിയപ്പോഴും ഒരു പ്രത്യേക വരുമാനം കൂടി ഇതിലൂടെ വരും എന്നുള്ളതായിരുന്നു. തേനിൻ്റെയും കാര്യം അതാണ്, തേനീച്ച വളർത്തലിൻ്റെയും കാര്യം അതാണ് അല്ലേ. തേൻ തേനീച്ച കൊണ്ട് ആനയെ തടയാൻ പറ്റിയില്ലെങ്കിലും തേനിൻ്റെ ഒരു വരുമാനം ഉണ്ടല്ലോ. അപ്പോൾ ഒരു അഡീഷണൽ ഇൻകം എന്നുള്ള, അതെ, ഒരു ലൈവ്ലിഹുഡ് സപ്പോർട്ടാണ് അത്. ആ ഒരു രീതിയിലാണ് അതിനെ കണ്ടത്. ആ രീതിയിലേ കാണുന്നുള്ളൂ. കേരളത്തില് നമ്മളത് നോക്കിയിരുന്നു. ഇവിടെ വയനാട് കൊണ്ടുവന്ന് വെച്ചിരുന്നു. അവർ 2 ആഴ്ചക്കുള്ളിൽ അത് പൊറിച്ച് കളഞ്ഞു. അതോടുകൂടി ആ പരിപാടി അവിടെ നിർത്തി. പിന്നെ ഇപ്പോൾ ധാരാളം അവകാശവാദങ്ങളുണ്ട്. ഒരു വയനാട്ടിലുള്ള ഒരാൾ ഒരു വില്ലേജിൽ ഇത് സക്സസ്ഫുൾ ആയിട്ട് നടത്തണമെന്നും പറഞ്ഞിട്ട് ഇനി വല്ല ഫണ്ടും കിട്ടിയിട്ടാണോ എന്ന് എനിക്കറിയില്ല. വലിയ വാർത്തകളൊക്കെ വന്നു. ഞാൻ പക്ഷെ അന്വേഷിച്ചപ്പോഴേക്കും അങ്ങനെ ഒരു സംഭവം അവിടെ ഇല്ല. ആ ഒരു ആളുണ്ടോയെന്ന് തന്നെ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ പലയിടത്തും ഇങ്ങനെ കർലായിൽ വിജയമാണെന്ന് പറഞ്ഞു. ഞാൻ പോയി നോക്കുമ്പോൾ ഒന്നും കാണാനില്ല. അപ്പോൾ ഇതൊക്കെ ഓരോരുത്തരത്തും പറയുന്നുണ്ട്. നമുക്ക് ബീഹൈവ് ഫെൻസ് വെച്ചാൽ അഡീഷണൽ ആയിട്ട് ഒരു പ്രശ്നം കൂടി വരും, കരടി. അതും കൂടി നമ്മൾ പ്രതീക്ഷിക്കണം. അതെ, അപ്പൊ അത് പുറകെ വരുന്നൊരു എന്താ പറയുക, അഡീഷണൽ ഒരു ബോണസാ. അതും കൂടി കിട്ടും. ഇത് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. ആനിമലിന്റെ ബിഹേവിയർ നോക്കണം, മണ്ണിന്റെ പ്രത്യേകത നോക്കണം, ഭൂമിയുടെ കിടപ്പ് നോക്കണം, മനുഷ്യരുടെ സ്വഭാവം നോക്കണം. ഈ മനുഷ്യരുടെ സ്വഭാവത്തിൽ പ്രത്യേകിച്ച് നോക്കേണ്ടത് സോളാർ പവർ ഫെൻസിന്റെ കാര്യത്തിലാണ്. അടിക്കാടൊന്ന് വെട്ടണം വല്ലപ്പോഴും ഒക്കെ അതിലേക്ക്, അല്ലെങ്കിൽ ഇതിലേക്ക് ഈ ക്ലൈംബറൊക്കെ വന്ന് വള്ളികളൊക്കെ പടരുകയാണെങ്കിൽ മൈക്കീനിയ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ വെറും സാധാ വള്ളികൾ വരെ വന്നു കഴിഞ്ഞാലും പ്രശ്നമാണ്. അപ്പൊ അതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കണം. ഇന്നും ടെക്നിക്കലി ഏറ്റവും നല്ല ഒരു മെത്തേഡ് എന്ന് പറയുന്നത് സോളാർ പവർ ഫെൻസ് ആണ്. പക്ഷേ ട്രഡീഷണൽ മെത്തേഡാണ് ഏറ്റവും വലുതെന്ന് എല്ലായിടത്തും പ്രൂവ് ചെയ്യുന്നുണ്ട്. എന്താ അത്? ട്രീ ടോപ്പിന്റെ മുകളിലിരുന്ന്, ഏറുമാടങ്ങളുടെ മുകളിലിരുന്ന് ഗാർഡിങ് നടത്തുക. അപ്പൊ ഇതിനെപ്പറ്റി ഒരു പ്രാവശ്യം നമ്മുടെ നൂൽപ്പുഴ പഞ്ചായത്തിൽ, വയനാട് നൂൽപ്പുഴ പഞ്ചായത്തിൽ കർഷകരുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷനിൽ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം നടത്താം, അത് വനം വകുപ്പ് ആൾക്കാരെ വെച്ചോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞത് ബംഗാളി സമ്മതിക്കുമെന്ന് അറിയില്ല എന്നാ പറഞ്ഞത്. നമുക്ക് ആളില്ല, മാൻ പവർ ഇല്ല നമ്മുടെ കയ്യിൽ. ഇതിന് പോയി നോക്കാൻ വേണ്ടിയുള്ള മാൻ പവർ നമുക്ക് ഇല്ല. അതാണ് വേറൊരു പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതൊരു സോഷ്യൽ ഇഷ്യൂവും കൂടിയാണെന്ന് പറയാനുള്ള കാരണം അതാ. നമ്മുടെ ജീവിത രീതിയിൽ പണ്ട് പകൽ കൃഷിയും രാത്രി പോയി ഇത് ഏർമാടത്തിൽ കിടക്കും, അങ്ങനെയുള്ള ഇതൊന്നും നമുക്ക് പറ്റുന്നില്ല, ആൾക്കാരും ഇല്ല. ഇപ്പോൾ നല്ലൊരു ഉദാഹരണം പറയാം. ഇവിടെ വയനാട് കുറച്ച് പേരെ വോളണ്ടറി റിലൊക്കേഷൻ നടത്തിയിട്ടുണ്ട്. അതായത് അവര് സന്നദ്ധമായിട്ട് വന്ന് ഞങ്ങളെ മാറാൻ തയ്യാറാണ്. അപ്പോൾ 10 ലക്ഷം ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ 18 വയസ്സിന് മേലുള്ള ഒരു കുടുംബമാണ്. അപ്പോൾ ദാറ്റ് മീൻസ് കൂടുതൽ കുട്ടികൾ 18 വയസ്സിന് മേലുള്ളവരുണ്ടെങ്കിൽ അത്രയും കുടുംബത്തിന് അത്രയും കാശ് കിട്ടും. അപ്പൊ ഞാൻ ഇവര് പുറത്തേക്ക് മാറ്റിയവരിൽ ഒരു ഫാമിലിയെ പോയി കണ്ടു. അപ്പൊ അങ്ങനെ പറഞ്ഞു എന്നെ സർക്കാർ പറ്റിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്താ കാശ് കിട്ടിയില്ലേ? ഞാൻ ആദ്യം ഓർത്തത് അതാണ്. അങ്ങനെ കാശൊക്കെ തന്നു, പക്ഷെ എന്നോട് പണ്ട് പറഞ്ഞു 1 കുട്ടി അല്ലെ 2 കുട്ടി മതി എന്ന് പറഞ്ഞു. ഇപ്പൊ എന്തായി? 2 കുട്ടി മാത്രമല്ല, എനിക്ക് 20 ലക്ഷം കിട്ടുള്ളൂ. മറ്റേ തൊട്ടടുത്തുള്ളവന് 10 മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവന് കൂടുതൽ കാശ് കിട്ടിയെന്ന് പറഞ്ഞു. ഭയങ്കര വ്യത്യാസം. ഒരു ജോക്കാണത്. പക്ഷെ
ചില യാഥാർത്ഥ്യങ്ങളാണ്. വേറൊരാൾ പറഞ്ഞു ഞാൻ പുറത്തു വന്നതിന് ശേഷം എനിക്ക് ആശുപത്രിയിൽ പോകാനേ നേരമുള്ളൂ, കാരണം മറ്റേത് ഞാൻ തന്നെ കൃഷി ചെയ്ത സാധനമായിരുന്നു. വേറൊരാൾ പറഞ്ഞു, അത് എനിക്കൊരു വളരെ എന്താ പറയുക, മനസ്സിൽ തട്ടിയൊരിതാണ്. അയാൾ പറഞ്ഞു എനിക്ക് ഇടയ്ക്ക്, ഒരു പ്രായമുള്ള മനുഷ്യനാണ്, അങ്ങനെ പറഞ്ഞു എനിക്ക് ഇടയ്ക്ക് എൻ്റെ കോളനിയിലൊന്ന് പോയി, ഞാൻ പണ്ട് താമസിച്ചിരുന്ന സ്ഥലത്ത് പോയി, എനിക്ക് എൻ്റെ ആനയും മാനിനെയൊക്കെ ഒന്ന് കാണണം, അതിനുള്ള ഒരു അനുമതി വാങ്ങിത്തരണം എന്ന് പറഞ്ഞു. അപ്പോൾ പല രീതിയിലാണ് ആളുകൾ. അപ്പോൾ ഇത്തരം ഇഷ്യൂസും ഒക്കെ കൂടി കിടന്നുകൊണ്ടാണ് നമ്മളിത് പറയുന്നത്. പക്ഷെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പണ്ട് കേരളം അതിലൊക്കെ വളരെ ഇതായിരുന്നു, ധാരാളം സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇഫക്റ്റീവ്നെസ് നമ്മൾ അധികം നോക്കിയിട്ടില്ല. ഇപ്പം ഞാൻ ഒരു വനംവകുപ്പിൻ്റെ തന്നെ ഒരു ഫണ്ട് അവർ പറഞ്ഞിട്ട് തന്നെ ഒരു ഇത് ചെയ്തു കൊടുത്തിരുന്നു, ഇഫക്റ്റീവ്നെസ് ഇപ്പം നടത്തിയിരിക്കുന്ന ഈ പ്രതിരോധ മാർഗങ്ങൾ എത്രമാത്രം എഫക്റ്റീവ് ആണെന്നും എന്തുകൊണ്ടത് ഫലപ്രദമല്ല എന്നും ഉള്ളതിനെ പറ്റി ഒരു റിപ്പോർട്ട് കൊടുത്തിരുന്നു. എന്ത് സംഭവിച്ചു എന്ന് അറിയില്ല എന്തായാലും. അപ്പോൾ പക്ഷെ തമിഴ്നാട് കുറച്ചുകൂടി ഇപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ട് അവർ കളക്ട് ചെയ്യുന്നുണ്ട്. അതായത് ജനങ്ങളുടെ അത് ഓൾ ഓവർ തമിഴ്നാടാണ്. അത് പല ഏജൻസികളെ വെച്ചുകൊണ്ട് അവർ പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. എങ്ങനെയാണ്, എവിടെയൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, ഈ ചെയ്ത സംഭവത്തിൻ്റെയൊക്കെ ഫലമുണ്ടോ, ആ ഫലപ്രാപ്തി ഇല്ലെങ്കിൽ അതിന് എന്ത് ചെയ്യാൻ പറ്റും, അവരതിനെപ്പറ്റി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ താൽക്കാലികമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടും കൂടിയാണ് പോകുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ പഠിച്ചു വരട്ടെ എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അത് നമ്മുടെ ഇവിടെ നടക്കുന്നില്ല. അതേസമയം കർണാടകയിലും കുറച്ച് മാത്രം. പക്ഷെ പലപ്പോഴും സ്റ്റഡീസ് കൂടുതലും അക്കാഡമിക് ആയി പോകുന്നു. നമ്മൾ ആ ഒരു അക്കാഡമിക് ഇതിൽ നിന്നും ഇപ്പോഴും ശാസ്ത്രജ്ഞന്മാർ മുഴുവൻ മാറിയിട്ടില്ല. ഇതൊരു പ്രതിരോധത്തിന്റെ ഇഷ്യൂ ആണെന്നും ജനങ്ങൾക്ക് ബുദ്ധിമുട്ട്, അതെ, ജനങ്ങൾക്ക് പ്രശ്നമുണ്ടെന്നും അത് പരിഹരിക്കാനായിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഷോർട്ട് ടേം ആയാലും ലോങ് ടേം ആയിട്ടുള്ള പരിഹാര മാർഗങ്ങളിലേക്ക് വരണമെന്നുള്ളത് ആ ഒരു ശാസ്ത്ര ലോകവും ഇതുവരെ അതങ്ങട് ഇപ്പോഴും തിയറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ തമിഴ്നാട്ടിലെ ഇപ്പം പല എലിഫന്റ് ക്യാമ്പുകൾ, ഇപ്പം കോഴിക്കമത്തി എന്ന് തോന്നുന്നു എൻ്റെ പേരിൽ, കോഴിക്കമത്തി ക്യാപ്റ്റി എലിഫന്റ്സിന്റെ. അപ്പോൾ അവിടങ്ങളിലൊക്കെ തന്നെ ഞാനൊരിക്കൽ അവിടെ പോയിട്ട് കാണുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആനകളോട് പൊതുവെയുള്ള ആളുകളുടെ ഒരു മനോഭാവം അവിടെ അവരുടെ ഒരു പൂജാ ദിവസമാണ് പോയത്. അവരെല്ലാ ആനകൾക്ക് ഫീഡ് ചെയ്യുന്നതും അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ വരുന്നത്. കാടിൻ്റെ ഉള്ളിലുള്ള ഒരു സ്ഥലമാണ്. ഇപ്പോൾ ടോപ്പ് സ്ലിപ്പിൻ്റെ ഉള്ളിലേക്ക് മാറിയുള്ള ഒരു സ്ഥലമാണെങ്കിൽ പോലും ആളുകൾ വരികയും അപ്പോൾ ആളുകൾക്ക് ഉള്ളൊരു ആറ്റിറ്റ്യൂഡ് വ്യത്യാസമുണ്ട്. അങ്ങനെ ഒരു മനോഭാവം ഇപ്പോൾ ഗുരുവായൂർ ഒക്കെ ക്യാപ്റ്റീവ് എലിഫൻസിൻ്റെ സ്ഥലങ്ങളുണ്ട്. ഈ ക്യാപ്റ്റീവ് എലിഫൻസും ഇപ്പോൾ കൂടുതൽ അക്രമാസക്തമാവുന്ന പ്രായണ കൂടുതലുള്ള ഒരു സംഭവം വരുന്നുണ്ട്. അപ്പോൾ ഇത് പൊതുവിലൊരു കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെടുത്തി വേണോ കാണാൻ. കാരണം എന്തുകൊണ്ടിപ്പോൾ ഭക്ഷണത്തിനും ജലത്തിനുമുള്ള ദൗർലഭ്യം ആണ് വിഷയമെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ക്യാപ്റ്റീവ് എലിഫൻസിനെ ബാധിക്കുന്നത്. അപ്പോൾ അതിനോടുള്ള സമീപനത്തിലൊക്കെയുള്ള ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടില്ലേ? അത് പൊതുവിൽ വന്യമായ പരിസ്ഥിതിയിൽ ജീവിക്കുന്ന ആനകളാണെങ്കിലും ഈ ക്യാപ്റ്റീവ് എലിഫൻസ് ആണെങ്കിലും, അതായത് ഡൊമസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള എലിഫൻസിലാണെങ്കിലും ഒരേ രീതിയിൽ ഒരുതരം പതിവിൽ വിട്ടുള്ള ഒരു വയലൻസ് കാണുന്നതിന് നമുക്ക് കാലാവസ്ഥാ വ്യതിയാനവുമായിട്ടൊക്കെ ബന്ധപ്പെടുത്താമോ? എന്താണ് അതിനെക്കുറിച്ച്? ഇല്ലേ, ഇപ്പം സാധാരണ ജനങ്ങളുടെ ഇടയിൽ പ്രചരിച്ചിട്ടുള്ളതും പ്രചരിപ്പിക്കുന്നതും ഒക്കെ കാട്ടിൽ ഭക്ഷണമില്ല, കാട്ടിൽ വെള്ളമില്ല, അതുകൊണ്ടാണ് വരുന്നത്. കഴിഞ്ഞ 24 ഏപ്രിലിൽ ഹൈക്കോടതിയുടെ കമ്മിറ്റി അംഗം എന്നുള്ള രീതിയിൽ ഞങ്ങൾ 3 പേര് വയനാട് മുഴുവൻ കറങ്ങി. അന്ന് ഈ പ്രശ്നമുള്ള സമയമാണ്. അപ്പോൾ നോക്കുമ്പോൾ 67-70 സ്ഥലങ്ങളിൽ നിറയെ വെള്ളമാണ്. എനിക്ക് തോന്നുന്നു വെള്ളം കൂടുതലായിട്ടുള്ള പ്രശ്നം ഉണ്ടാവുള്ളൂ. എല്ലാ കുളങ്ങളിലും വെള്ളമാണ്. പക്ഷേ ചെക്ക് ഡാമും വെള്ളത്തിൻ്റെ ഇതും കൂടി നോക്കിക്കഴിഞ്ഞാൽ, കുളം കുഴിച്ചിട്ടിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഇരട്ടിയുണ്ട്. പക്ഷെ ഈ 67 അത്രയും, ഞാൻ അതിൻ്റെ മുഴുവൻ ഫോട്ടോഗ്രാഫ്സ് എടുത്തിട്ടുണ്ട്. ഇത്രമാത്രം വെള്ളമുള്ള ഒരു പ്രദേശം. വെള്ളമല്ല പ്രശ്നം തന്നെയല്ല, ഏറ്റവും കൂടുതൽ കൃഷിനാശമൊക്കെ സംഭവിക്കുന്ന ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബറാണ്. അതായത് കൃഷിയുമായി ബന്ധപ്പെട്ട സമയമാണ്. അല്ലാതെ മറ്റ് സമയങ്ങളിലല്ല ഇത് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. പിന്നെ ഭക്ഷണത്തിൻ്റെ ലഭ്യത, നമ്മൾ പഠനം നടത്തിയിട്ടില്ല. പക്ഷെ നമുക്ക് വിഷ്വലായിട്ടുള്ള ഇതിൽ നമുക്ക് മനസ്സിലാവും ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പൊ പറഞ്ഞ് പരത്തുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, തേക്ക് വെച്ചു, യൂക്കാലിപ്റ്റസ് വെച്ചു, അതുകൊണ്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടായത്. സെന്ന വന്നു, മറ്റേ മഞ്ഞക്കൊന്ന എന്ന് പറയുന്നത്, സെന്ന സ്പെക്ടാബിലിസ് വന്നു,
മറ്റേ എന്തെന്നാ ലൻറ്റാന വന്നു, ഇതുകൊണ്ടാണ് പ്രശ്നമെന്ന് പറഞ്ഞു. സെന്നയൊക്കെ എന്നാ വന്നത്? 1900 ഫ്രാൻസിസ് എന്ന് പറയുന്ന ഒരു സായിപ്പ് കോഴിക്കോട് നിന്നും വയനാട്ടിലേക്ക് വയനാട് വഴി നീലഗിരിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, വയനാട് ഈസ് ഡോട്ടഡ് വിത്ത് മച്ചാൻ ആൻഡ് ഫെൻസ് എന്ന്. അതായത് ഏറുമാടങ്ങളുടെയും വേലികളുടെയും നാടാണ്. ഏറുമാടം അന്ന് ടൂറിസം ഒന്നുമില്ല, മോളിൽ കയറി ഇരിക്കാൻ. അപ്പൊ അന്ന് കൃഷിയുടെ കാവല് തന്നെയായിരുന്നു. അപ്പോ അത് പണ്ടുണ്ട് അവിടെ. അപ്പൊ ഇത് അങ്ങനെ ഒരു പുതിയൊരു സംഭവമാണ് എന്നുള്ള രീതിയിലേക്ക് മാറ്റി. വെള്ളം ഇല്ലാത്തതുകൊണ്ടാണ്, ഭക്ഷണം ഇല്ല എന്നുള്ളത് ഒരു കാര്യത്തിൽ നമുക്ക് സമ്മതിക്കാൻ പറ്റില്ല. പിന്നെ തേക്കിന്റെ പ്രശ്നം, തേക്ക് പറഞ്ഞ് തേക്ക് വെച്ചത് കൊണ്ടാണ്. പറമ്പിക്കുളത്ത് എന്താ തേക്ക് ഉണ്ടായിട്ട് എന്താ അവിടെ വന്യമൃഗങ്ങളില്ലേ? പറമ്പിക്കുളത്ത് ധാരാളം ഉണ്ടല്ലോ. അപ്പൊ പറയും ഇല്ല നമ്മൾ വെച്ച് പിടിപ്പിക്കാൻ പോവുകയാണ്. എന്തിനു വെച്ച് പിടിപ്പിക്കണം? പറമ്പിക്കുളത്ത് കൂളായിട്ട് അവര് ഫയർ പ്രൊട്ടക്ഷനും എല്ലാം നടത്തിയപ്പോ വനം വകുപ്പ് തന്നെ നന്നായിട്ടുള്ള രീതിയിൽ റീജനറേഷൻ വരുന്നു. നന്നായിട്ട് ഇപ്പൊ ചില സ്ഥലങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ തേക്ക് തോട്ടം ആണോ എന്നുള്ളത് അറിയണമെങ്കിൽ വലിയ തടിയുള്ളതിനെ നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ വയനാട്ടിൽ എന്തുകൊണ്ടാ, എവിടെയാ തേക്ക് തോട്ടങ്ങളുടെ പ്രശ്നം? മുത്തങ്ങ ഭാഗങ്ങളിലാണ്. അങ്ങനെയുള്ള സ്ഥലത്താണ് നമുക്ക് പ്രശ്നം. അതേസമയം കുറിച്ചാട് റേഞ്ചിൽ പോയി കഴിഞ്ഞാൽ തേക്ക് തോട്ടം ആണോ എന്ന് നമ്മൾ ചോദിക്കേണ്ടി വരും ആരോടെങ്കിലും. അത്രമാത്രം അതെ, മിസലേനിയസ് ഗ്രോത്ത് ഉണ്ട്, നല്ല പച്ചപ്പുണ്ട്, ധാരാളം വെള്ളമുണ്ട് ആ ഒരു പ്രദേശം. പക്ഷെ എന്തുകൊണ്ടാ മുത്തങ്ങയിലും മറ്റുള്ളിടത്തും പ്രശ്നം? തീയിടുന്നുണ്ട്, കാറ്റൽ ഗ്രേസിംഗ് ഉണ്ട്. അപ്പൊ അതാരും പറയുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ചില പ്രശ്നങ്ങളുണ്ട്. പിന്നെ സെന്ന ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ. സെന്ന എന്താ വനം വകുപ്പ് കൊണ്ടുവന്ന് സോഷ്യൽ ഫോറസ്ട്രി വഴി വന്നാണെന്ന് പറയുന്നു. എന്തായാലും അതല്ലാന്നും അവരെ അവകാശപ്പെടുന്നുണ്ട്. പക്ഷെ സംഭവം അത് തന്നെയാണെന്നാണ് ജനങ്ങൾ പറയുന്നത്. അങ്ങനെ വന്നൊരു സാധനം ഇപ്പൊ വന്നല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണോ പ്രശ്നം? അപ്പൊ പ്രശ്നങ്ങളെ ശ്രദ്ധ തിരിച്ചു വിടാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നതെന്ന് ഞാൻ പറയാം. പ്രശ്നമാണത്, പക്ഷെ അതുകൊണ്ടാണ് ഇത് എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമില്ല. അത് നിങ്ങൾ നേരിടുക, അതൊരു പ്രശ്നമാണ്. അതിന് വേണ്ട മാർഗങ്ങൾ. ഇപ്പൊ വയനാട് ചെന്നപ്പോൾ ഒരു ലേഡി മീര എന്ന് പറയുന്ന ഫോറസ്റ്റ് ഫസ്റ്റ് എന്ന് പറയുന്ന സംഘടനയുടെ ഇതിൽ അവർ സ്വന്തമായിട്ട് പൈസ റേസ് ചെയ്ത് അവിടെ നിന്ന് പറിച്ചു കളയാണ്. ആദിവാസികളെ ഉൾപ്പെടുത്തിയിട്ട് പറിച്ചു കളയാണ്. പറിക്കുക എന്ന് പറഞ്ഞാൽ വേരൊക്കെ 40 അടി ദൂരം വരെയുള്ള വേരുകൾ പറിച്ചു കളയും. ഒരു കുഴപ്പമില്ല, പിന്നെ വരില്ല. അവിടെ നല്ല റിസൾട്ട് കാണിച്ചിട്ടുണ്ട്. അതേസമയം വനം വകുപ്പ് വെട്ടിക്കളഞ്ഞ സ്ഥലത്തൊക്കെ ഒന്ന് വെട്ടിയാൽ 100 രാക്ഷസനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ഈ വെള്ളമില്ല, ഭക്ഷണമില്ല എന്നുള്ളതല്ല ഒരു ഇഷ്യൂ. പിന്നെ പറയുന്നത് തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ആനകൾ ഇത് പുതിയതായിട്ട് വരുന്നതാണോ? ഇവിടുന്ന് അങ്ങോട്ടും പോകുന്നുണ്ട്. ഇതിലെ പണ്ട് നമ്മൾ പെരിയാറിൽ പറയുന്ന പോലെയാ, ഈ വേട്ടക്കാർ മുഴുവൻ ഇവിടുന്ന് പെരിയാറിലേക്ക് വരുന്ന മുഴുവൻ തമിഴ്നാട്ടിൽ നിന്നാണ്. തമിഴ്നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ പറയും പെരിയാറിൽ നിന്നുള്ള മലയാളികൾ വേട്ടക്കാരെല്ലാം ഇങ്ങോട്ട് വരികയാണെന്ന് പറയും. ഇതിങ്ങനെ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ അർത്ഥമില്ല. അവർ കോർഡിനേഷനൊക്കെ ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ വല്ലപ്പോഴും മന്ത്രിമാർ തമ്മിൽ ചേർന്നുകൊണ്ടൊന്നും കോർഡിനേഷൻ ആവില്ല. അപ്പോ എന്തായാലും വെള്ളം, ഭക്ഷണം ഇത് രണ്ടും അല്ല, തീർച്ചയായിട്ടും അല്ല. ഇനി ഭക്ഷണത്തിന്റെ ലഭ്യത കുറവാണോ കൂടുതലാണോ എന്നുള്ളതിനെ പറ്റി വീണ്ടും പഠിച്ചോളൂ. അതിപ്പോ പഠിക്കാൻ അധികം സമയമൊന്നും വേണ്ട, സമ്മറിലങ്ങ് പഠിച്ചാൽ മതി. അത് 3 മാസത്തെ ഇത് വെച്ചിട്ട് ക്വിക്കായിട്ടുള്ള അസസ്മെന്റ് നമുക്ക് നടത്താൻ പറ്റും. അത് ചെയ്യാവുന്നുള്ളൂ. കാലാവസ്ഥാ വ്യതിയാനം ഇത് സാധാരണ എല്ലാ മീഡിയക്കാരും ചോദിക്കുന്നൊരു സംഭവമാണ്. ഞാൻ തമാശ പറയാറുണ്ട്. എൻ്റെ നെയ്ബർ കുട്ടി മാർക്ക് മാത്തമാറ്റിക്സിൽ കുറഞ്ഞപ്പോൾ അപ്പൻ ചോദിച്ചു, എന്താ മോളെ പറ്റിയ മാത്തമാറ്റിക്സിൽ മാത്രം മാർക്ക് കുറഞ്ഞത്? കാലാവസ്ഥാ വ്യതിയാനമാണെന്ന് പറഞ്ഞു. ആ ഒരു രീതിയിലേക്കാണ് നമ്മൾ പോകുന്നത്. വാസ്തവത്തിൽ കാലാവസ്ഥാ വ്യതിയാനം ആണ് എന്ന് പറയാനായിട്ട് നമുക്കൊരു ലോങ് ടേം റെക്കോർഡില്ല. അത് ഇതിൽ മാത്രമല്ല, പലയിടത്തും നമുക്കില്ല. ഒരു 100 വർഷത്തെ ടെമ്പറേച്ചറിൻ്റെയും 100 വർഷത്തെ റെയിൻഫോളിൻ്റെയും ഒക്കെ രേഖകൾ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമേ അതും ഇതുമായിട്ടൊക്കെ നമ്മൾ താരതമ്യപ്പെടുത്തേണ്ടി വരും. എന്നാൽ മാത്രമേ നമുക്ക് അങ്ങനെ പറ്റുള്ളൂ. പക്ഷെ അങ്ങനെയുള്ളൊരു സംഭവം നമ്മുടെ കയ്യിലില്ല. ഇത് പിന്നെ വയലൻസിന്റെ പ്രശ്നം പറയുന്നു. തമിഴ്നാട്ടിലെ ക്യാപ്റ്റീവ് എലിഫൻസ് ഒന്നും വയലൻസിൽ പെട്ടിട്ടില്ല. അപ്പോൾ പറയും അത് എഴുന്നള്ളത്തിന് കൊണ്ടുപോകാത്ത കൊണ്ടാണ്. എഴുന്നള്ളത്തിന് കൊണ്ടുപോകാത്ത കൊണ്ടാണ്. തന്നെയല്ല, അവരുടെ ക്യാമ്പുകളൊക്കെ വനത്തിലാണ്. ഇപ്പോൾ നമ്മുടെ വയനാട് ഏതാണ്ട് ഒരു പരിധി വരെ വനത്തിൽ തന്നെ നമുക്കൊരു എലിഫന്റ് ക്യാമ്പ് ഉണ്ട്. പണ്ട് നമുക്ക് നിലമ്പൂർ ഉണ്ടായിരുന്നു ഒരെണ്ണം, അത് ഇല്ലാതായി. പറമ്പിക്കുളത്തൊരെണ്ണം ഇല്ലാതായി. ഇപ്പൊ ആകെ കോന്നിയിലും കോടനാടും കോട്ടൂരിൽ പോകുന്നുണ്ട്. അതെ, ഇത്രയും സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ. മറ്റ് ട്രഡീഷണൽ ആയിട്ട് നമുക്കുണ്ടായിരുന്ന സ്ഥലങ്ങളിൽ പലയിടത്തും ഇല്ലാതായിട്ടുണ്ട്. അപ്പോ ഈ സംഭവങ്ങൾ നമുക്കിവിടെ ഇത്ര ഉള്ളപ്പോ തമിഴ്നാട്ടിലെ എലിഫന്റ് ക്യാമ്പുകളിൽ വളരെ പക്കയാ. തന്നെയല്ല,
അവിടെ ആന എന്ന് പറഞ്ഞാൽ ഒരു സോഷ്യലായിട്ട് അങ്ങ് കഴിയുക. ചില ആനകളൊക്കെ തൊട്ട് കഴിഞ്ഞാലും മറ്റവൻ ഓടി വന്ന് നമ്മളെ ദേഷ്യപ്പെടും. കാരണം അത്രയ്ക്ക് ബന്ധങ്ങളാണ്. ശരിക്കുള്ള ഒരു സോഷ്യൽ ലൈഫ് ആനിമൽസിനുണ്ട്, ഒരു റിലേഷൻസ് ഉണ്ട്. ഇത് നമ്മുടെ അവിടെ ഇല്ല. നമ്മുടെ അവിടെ എന്താ ഒറ്റയ്ക്ക് എല്ലാം ആണ്. അതാണ് വേറൊരു പ്രശ്നം. പിന്നെ വല്ലപ്പോഴും കാണുന്നത് പൂരപ്പറമ്പിലാണ്. പൂരപ്പറമ്പിൽ വെച്ച് അവരൊന്ന് ഇന്ററാക്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ സമ്മതിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. ചൂട്, ഇതെല്ലാം പ്രശ്നമാണ്. വയലൻസ്, ജോലി ഭാരം. അപ്പോൾ അത് പറയും, അല്ല എന്താ ആനകളുടെ എണ്ണം കുറഞ്ഞു, അതുകൊണ്ട് പൂരത്തിന് ആനകളില്ല. ആനകളുടെ എണ്ണം കുറഞ്ഞെന്ന് വെച്ചിട്ട് ഉള്ളതിനെ കൊണ്ട് ഇങ്ങനെ പണിയെടുപ്പിക്കാൻ പാടുണ്ടോ? അത് ശരിയല്ലല്ലോ. അപ്പൊ അതാണ് പ്രധാന പ്രശ്നം. അല്ലാതെ ഈ വയലൻസിന്റെ ഒക്കെ പ്രധാന പ്രശ്നം നമ്മുടെ പരിപാലന രീതികളിലുള്ള പ്രശ്നങ്ങളാണ്. ക്യാപ്റ്റീവ് എലിഫൻസിന്റെ കാര്യത്തിൽ ഇതിൽ ഏറ്റവും വലിയൊരു ഒരു ഒരു തമ്മിലുള്ള ഒരു കോൺട്രഡിക്ഷൻ നോക്കുകയാണെങ്കിൽ ഭയങ്കര അത്ഭുതമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇപ്പോൾ കാട്ടിൽ ഏതെങ്കിലും ഒരു ആനയുടെ പ്രശ്നം വന്നാൽ നമ്മൾ അവിടെ വഴി തടയും, പ്രശ്നം ഉണ്ടാക്കും, മൃതദേഹം വെച്ചുകൊണ്ട് നമ്മൾ വിലപേശും. പക്ഷേ അമ്പലങ്ങളിലോ പള്ളികളിലോ കുറെ ആനയൊക്കെ എഴുന്നള്ളിച്ചിട്ട് ആചാരത്തിന്റെ മറവിലാവുമ്പോൾ ഒരു പ്രശ്നം ആർക്കും ഇല്ല, ഒരു വഴിതടയലും ഇല്ല, ഒരു ഫോറസ്റ്റ് ഓഫീസറെ തല്ലണവും ഇല്ല, ഒന്നുമില്ല. അപ്പൊ എന്തൊരു മര്യാദയാണ്. അപ്പൊ അവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ മരണമല്ല പ്രശ്നം, ആനയല്ല പ്രശ്നം, ആന എവിടെ നിൽക്കുന്നു എന്നുള്ള പ്രശ്നം. ഇതിപ്പോ ഇതിലെ എന്താ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് എന്തും ചെയ്യാം എന്ന് പറഞ്ഞ പോലെയാണ്. ഇവിടെ ആചാരത്തിന്റെ പേരിലാണ്. ഞാൻ പല സുഹൃത്തുക്കളോടും ചോദിക്കാറുണ്ട്, ഈ പട്ടാമ്പി നേർച്ചയിൽ എന്താ ആചാരം, മുസ്ലിം പള്ളിയിൽ എന്താ ആചാരം, അതുപോലെ BP അങ്ങാടിയിൽ നേർച്ചയിൽ എന്താ ആചാരം? ഇതൊക്കെ വെറുതെ, ഇത് ഒരു പ്രത്യേകിച്ചൊരു സംഭവം അതുണ്ടാക്കണത് ഇങ്ങനെ ഓരോ സ്ഥലത്തും ആനകളെ വെച്ചിട്ടുള്ള ഇതുണ്ടാക്കുകയാണ്. അതിന് വേറെ ചില എക്കണോമിക്സ് ഉണ്ട്, അതിന്റെ സാമ്പത്തികമായിട്ടുള്ള വശങ്ങളൊക്കെ ഉണ്ട്. പണ്ടത്തെ മാതിരി ആന ഭ്രാന്തന്മാര് വളർത്തുന്ന കഥയൊന്നും അല്ല നമുക്കുള്ളത്. അപ്പൊ അതിന്റെ പ്രധാന പ്രശ്നം അതാ.